1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷ് ഭരണകൂടം പാസാക്കിയ റൗലറ്റ് എന്ന കരിനിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കിരാതമായ നടപടിയിലേക്ക് നയിച്ചത്. 1919 മാർച്ചിലാണ് ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കിയത്. വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടങ്കലിടാനും അനുവദിക്കുന്നതായിരുന്നു ഈ നിയമം. റൗലറ്റ് ആക്ട് പിൻവലിക്കും വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ജനത രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തി. പ്രതിഷേധങ്ങളെ തുടർന്ന് 1919 ഏപ്രിൽ 13 പഞ്ചാബിൽ പട്ടാള നിയമം ഏർപ്പെടുത്തി. പൊതുയോഗങ്ങളും ഘോഷയാത്രകളും 4 പേരിലധികം കൂട്ടം കൂടുന്നതും നിരോധിച്ചു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് അന്ന് പഞ്ചാബിലെ അമൃതസറിലുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ആയിരങ്ങൾ സമാധാനപരമായി യോഗം ചേർന്നു. സമാധാനപരമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് യോഗം ചേർന്നത്. യോഗം തുടങ്ങി 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും അമൃതസറിലെ സൈനിക കമാൻഡറായിരുന്ന ജനറൽ റെജിനാൾഡ് എഡ്വേർഡ് ഹാരി ഡയറിൻ്റെ നേതൃത്വത്തിൽ സൈന്യം മൈതാനം വളഞ്ഞു. മതിലുകളാൽ ചുറ്റപ്പെട്ട ഈ മൈതാനത്ത് ഇടുങ്ങിയ വഴികളും സ്ഥിരമായി അടച്ചിരിക്കുന്ന വാതിലുകളുമാണുള്ളത്. പ്രധാന വാതിൽ സൈനികർ അടച്ചിരുന്നു. തൻ്റെ ഉത്തരവ് ലംഘിച്ചതിനാൽ യോഗം പിരിഞ്ഞുപോകാൻ മുന്നറിയിപ്പ് നൽകാതെ തന്നെ നിരായുധരായ ജനക്കൂട്ടത്തിനു നേരെ ജനറൽ ഡയർ വെടിവയ്പ്പിന് ഉത്തരവിട്ടു. യോഗം പിരിച്ചുവിടുക എന്നതിലുപരി ഇന്ത്യക്കാരെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ഉദ്ദേശമെന്ന് ഡയർ പിന്നീട് വെളിപ്പെടുത്തി. വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിയുതിർക്കാനായിരുന്നു ഉത്തരവ്. 1650 തവണയാണ് പട്ടാളക്കാർ വെടിയുതിർത്തത്. 379 പേർ വെടിവെപ്പി മരിച്ചുവെന്നാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കണക്കുകൾ. എന്നാൽ 1800-ലേറെ പേർ മരിച്ചുവെന്നും 1000-ലധികം പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത്. വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി മൈതാനത്തിനകത്തെ കിണറ്റിലേക്ക് നിരവധി പേർ എടുത്തുചാടി. 120 മൃതദേഹമാണ് ഈ കിണറ്റിൽ നിന്ന് മാത്രം ലഭിച്ചത്. കൂട്ടക്കുരുതിക്ക് ശേഷം മനുഷ്യത്വത്തിൻ്റെ ഒരു ലാഞ്ചന പോലും കാട്ടാതെ ബ്രിട്ടീഷ് സൈന്യം തിരിച്ചുപോയി. ഈ അരുംകൊലയ്ക്കെതിരെ ഇന്ത്യ മുഴുവൻ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നു. പ്രതിഷേധക്കാരെ ബ്രിട്ടീഷ് പട്ടാളം പലയിടത്തും മൃഗീയമായി മർദ്ദിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടനിൽ നിന്ന് നൽകിയ സർ പദവി തിരിച്ചു നൽകി. ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസറെ ഹിന്ദ് ബഹുമതി തിരികെ നൽകി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ സംഭവം ഒരു കാരണമായി. എന്നാൽ ഈ കൂട്ടക്കുരുതി തീവ്രമായി വേദനിപ്പിച്ച ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. സംഭവം നടക്കുമ്പോൾ വെറും 20 വയസ്സ് മാത്രമുള്ള ഉദ്ധം സിംഗ്. ബ്രിട്ടൻ ഇന്ത്യയിൽ നടത്തിയ ഈ തീരകളങ്കത്തിന് പ്രതികാരം ചോദിക്കുമെന്ന് ഉദ്ധം സിംഗ് അക്കാലത്ത് ഒരു ദൃഢ തീരുമാനമെടുത്തു. പഞ്ചാബിലെ സാംഗ്രൂരിൽ ഒരു ദരിദ്ര പഞ്ചാബി കുടുംബത്തിലാണ് 1899 ഡിസംബർ 26 ഉദ്ധം സിംഗ് ജനിച്ചത്. ആദ്യകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ഒരു സഹായിയായി ജോലി ചെയ്ത ഉദ്ധമിൻ്റെ ജീവിതം പല രാജ്യങ്ങളിലായിട്ടായിരുന്നു. എന്നാൽ 1919 ജാലിയൻ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഉദ്ധം സിംഗ് വിപ്ലവകാരികളുടെ പാർട്ടിയായ ഗദ്ദാർ പാർട്ടിയിൽ ചേർന്നു. 1924 ഉദ്ധം US-ലെത്തി. അന്ന് അമേരിക്കയിലെ ഗദ്ദാർ പ്രക്ഷോഭത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന സാൻ ഫ്രാൻസിസ്കോയിൽ നിലയുറപ്പിച്ച ഉദ്ധം അമേരിക്കയിലുടനീളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്യാനായി ഓടിനടന്നു. പിന്നീട് ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഇറാൻ, ഹോങ്കോങ്, ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയിടങ്ങളിലും സന്ദർശിക്കുകയും അവിടെയുള്ള ഗദ്ദാർ വിപ്ലവകാരികളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. നീണ്ട പ്രവാസത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ ഉദ്ധം സിംഗിനെ 1927 ഓഗസ്റ്റ് 30 അമൃതസറിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്തു. പിന്നീട് 4 വർഷം നീണ്ട ജയിൽ ശിക്ഷയ്ക്ക് ശേഷം വീണ്ടും പ്രവാസ ജീവിതം തുടങ്ങി. അപ്പോഴും ജാലിയൻ വാലാബാഗ് ഒരു കനലായി ഉദ്ധം സിംഗിൻ്റെ മനസ്സിൽ അവശേഷിച്ചു. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് പിന്നിലെ വില്ലന്മാരായ ഇന്ത്യൻ ജനത 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയാണ് കണക്കാക്കിയിരുന്നത്. ഒന്ന് വെടിവയ്പ്പിന് നേതൃത്വം വഹിച്ച സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ, മറ്റേയാൾ അന്നത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കൽ ഒ ഡയർ.
അമൃത്സറിൻ്റെ കൊലപാതകി എന്നറിയപ്പെട്ട ജനറൽ ഡയർ ജാലിയൻ വാലാബാഗ് സംഭവത്തിൻ്റെ പേരിൽ വിമർശനം നേരിടുകയും ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടനിൽ തിരിച്ചെത്തിയ ഇയാൾക്ക് വീരോചിത സ്വീകരണമാണ് ലഭിച്ചത്. അയാൾക്കായി വലിയ ഒരു ഫണ്ടും ബ്രിട്ടീഷ് ജനത പിരിച്ചു നൽകി. തങ്ങളുടെ ആളുകളെ കൂട്ടക്കുരുതി നടത്തിയ ഈ മനുഷ്യത്വരഹിതനോട് ബ്രിട്ടൻ കാണിക്കുന്ന അനുകമ്പ ഇന്ത്യക്കാരി വലിയ അമർഷമുണ്ടാക്കി. എന്നാൽ പിന്നീട് ഗുരുതര രോഗങ്ങൾ ബാധിച്ച് കഷ്ടതയിലായിരുന്ന ജനറൽ ഡയർ 1927 മരിക്കുകയാണുണ്ടായത്. പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കൽ ഡയർ ആയിരുന്നു ജനറൽ ഡയറിനേക്കാൾ വില്ലൻ. ICS ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹമാണ് വെടിവയ്പ്പിന് നിർദ്ദേശം നൽകിയത്. തൻ്റെ പ്രവൃത്തി ഒരു കാലത്തും ആത്മപരിശോധന നടത്താൻ ഇദ്ദേഹം ഒരുക്കമായിരുന്നില്ല. ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ഒന്നും നേടാനുള്ള സമയമായിട്ടില്ല എന്നതായിരുന്നു മൈക്കൽ ഡയറിൻ്റെ വാദം. ജാലിയൻ വാലാബാഗ് ശക്തി പ്രയോഗിക്കേണ്ടി വന്നെങ്കിലും ഭാവി നടക്കാനിടയുള്ള ഒട്ടേറെ കലാപങ്ങൾ ഇത് അടിച്ചമർത്തിയത് മൂലം ഒഴിഞ്ഞുപോയെന്നും മൈക്കൽ ഡയർ പറഞ്ഞു നടന്നു. 1940 മാർച്ച് 13 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ ഒരു ഉന്നതതല ബ്രിട്ടീഷ് യോഗം നടക്കുകയായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ സ്വീകരിക്കേണ്ട നയങ്ങളെപ്പറ്റിയായിരുന്നു ആ യോഗം. മൈക്കൽ ഒഡയർ യോഗത്തിലെ മുഖ്യ അതിഥിയായിരുന്നു. സദസ്സിൽ ഒട്ടേറെ പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഉദ്ധം സിംഗ്. 21 വർഷം താൻ കാത്തുവെച്ച പ്രതികാര പദ്ധതി നടപ്പിലാക്കാനായി എത്തിയതായിരുന്നു അദ്ദേഹം. ചർച്ച പുരോഗമിച്ചു. ഇതിനിടെ ഉദ്ധം സിംഗ് തൻ്റെ കോട്ടിൽ നിന്ന് റിവോൾവർ പുറത്തെടുത്തു. ഡയറിന് നേർക്കുയർത്തിയ തോക്കിൽ നിന്ന് തിരകൾ ഗർജിച്ചു. 2 വെടിയുണ്ടകൾ. മൈക്കൽ ഡയർ വെടിയേറ്റു നിലംപതിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നിർദ്ദേശം നൽകി നൂറുകണക്കിന് നിരപരാധികളെ വെടിയുണ്ടകൾക്കിരയാക്കിയ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതവും വെടിയുണ്ടകളിൽ അവസാനിച്ചു. ആക്രമണത്തെ തുടർന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനായി ഓടിയെത്തിയ ബ്രിട്ടീഷ് പോലീസ് സേനയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധവും ഉദ്ധം സിംഗ് പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് കോടതി വിചാരണകൾ. ബ്രിട്ടീഷ് കോടതിക്ക് മുന്നിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ നിന്ന് അദ്ദേഹം വിചാരണ നേരിട്ടു. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി. പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കരുത് എന്ന തൻ്റെ ഉത്തരവ് ലംഘിച്ചതിന് നൽകിയ ശിക്ഷയാണ് ഈ കൂട്ടക്കൊലയെന്നാണ് ജനറൽ ഡയർ ഈ സംഭവത്തിന് ന്യായവാദം നൽകിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ഹണ്ടർ കമ്മീഷൻ ഡയറിന് യാതൊരുവിധ ശിക്ഷയും ശുപാർശ ചെയ്തിരുന്നില്ല. വിചാരണ കൂടാതെ തടവിലിടാൻ അനുമതി നൽകിയ കരിനിയമമായ റൗലറ്റ് ആക്ട് പിന്നീട് 1922 ബ്രിട്ടീഷ് ഭരണകൂടം പിൻവലിച്ചത്. ജാലിയൻ വാലാബാഗിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 2019 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ പാർലമെൻറ്റ് ഈ കൂട്ടക്കൊലയുടെ പേരിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഖേദപ്രകടനമല്ല, നിരുപാധികം മാപ്പപേക്ഷിക്കുകയാണ് വേണ്ടതെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് ഇന്ത്യൻ പാർലമെൻറ്റ് നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു. നിരവധി വർഷങ്ങളും സമരങ്ങളുമെല്ലാം കടന്നുപോയിട്ടും ജാലിയൻ വാലാബാഗ് ഇന്നും ഒരു കറുത്ത ഓർമ്മയായി ഇന്ത്യക്കാരുടെ മനസ്സിൽ അവശേഷിക്കുന്നു.